ഇത് 1984. 1984. എന്നെക്കാൾ ഒരുപാട് വയസ്സിന് മൂത്താണ്. 40 വർഷം പഴക്കം. ഓൾമോസ്റ്റ് 40 വർഷം പഴക്കമുണ്ട് അല്ലേ? ഇത് നമുക്ക് എന്താ പ്രൈസ് ഒക്കെ വരുന്നത്? ഇത് നമുക്ക് 290 ചെയ്ത് കൊടുക്കാം. 290. നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? നമ്മൾ 265. 2,65,000. കണ്ടീഷനാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനിതായിട്ട് മൂന്നാർ വരെ പോയി വന്ന വണ്ടിയാണ്. പോയി വന്ന വണ്ടി. ഈ ടയറിലല്ല, മറ്റേ ടയറിൽ. അതായത് സാധാ ടയറാണ് കേട്ടോ. സാധാ ടയർ ഇട്ട് തരും. പിന്നെ ഈ വണ്ടി നിങ്ങൾ എടുത്തിട്ട് പിന്നെ നിങ്ങൾ എതിലെ പോയാലും ദേ ആ ചെക്കൻ പോകുന്നുണ്ടെന്ന് പറയും. അതാണ് എന്റെ ഒരു ഐഡന്റിറ്റിയാണ്. അതുപോലെ ഇതിന്റെ ഹോട്ടാണ് ഹൈലൈറ്റ്. ആകെ 24 ഓടിയിട്ടുള്ളൂ. 24 ഓടിയിട്ടുള്ളൂ അല്ലേ? നല്ല വണ്ടികൾ നോക്കുന്നവര് നല്ല വണ്ടികൾ കിട്ടുമ്പോൾ എടുത്തോളൂ, അവസരങ്ങൾ കളയരുത്. അപ്പൊ എന്തായാലും 1.5 നല്ല പവർഫുൾ ആയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. വെച്ചലക്കാം. 5,50,000 രൂപയ്ക്ക് ക്ലീൻ ഡീസൽ ഓട്ടോമാറ്റിക് 1.20 ഓടിയ കറക്റ്റ് ഹിസ്റ്ററി ഉള്ള വണ്ടി അല്ലേ? ഡീസൽ വളരെ ലോ കിലോമീറ്റർ വണ്ടിയാണ്. നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്തോളൂ. സാധാരണ നമ്മൾ വീഡിയോ എടുക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് ഞാനൊരു വീടിന് മുമ്പിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീട്ടിലെ വണ്ടികൾ കാണിക്കാൻ വന്നതാണോ എന്ന് നിങ്ങൾ വിചാരിക്കും. ഒരിക്കലുമല്ല. ഈ കാണുന്ന വണ്ടികളൊക്കെ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടുള്ള നല്ല കിടിലൻ ക്വാളിറ്റിയുള്ള യൂസ്ഡ് കാറുകൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മളെ ബോസ് യൂസ്ഡ് കാർസിലെ കുറച്ച് കിടിലൻ വണ്ടികൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നിലവിൽ ബോസ് യൂസ്ഡ് കാർസിൻ്റെ ഷോറൂമിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് അവരുടെ വീട്ടിലാണ് വണ്ടികൾ വെച്ചിട്ടുള്ളത്. ഷബീബ് ബ്രോ, വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ചധികം കിടിലൻ സാധനങ്ങളുണ്ടല്ലേ? അതിൻ്റെ അകത്തൊരു വേറെ കിടിലൻ സാധനം ഉണ്ട്. ഞാൻ കാണിച്ചു തരാം, ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം. പിന്നെ ഷോറൂമിന് എന്താ പരിപാടി? ഷോറൂമിൽ പൈപ്പ് ലൈനിന്റെ വർക്ക് എടുക്കണം. ഫ്രണ്ടിലൂടെ പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ തൽക്കാലം അഡ്വാൻസ് ആയിട്ട് മാറ്റിയതാണ്. അടിപൊളി. അപ്പൊ എന്തായാലും ഇവിടെ ഇട്ട് ഞാൻ കുറച്ച് വണ്ടികൾ കാണിച്ചു തരാം. ബാക്കി കുറച്ച് വണ്ടികൾ ഇവരുടെ ഷോറൂമിലും കൊണ്ടുപോയിട്ട് കാണിച്ചു തരാം. നല്ല വിലക്കുറവിൽ നല്ല മോഡൽ വണ്ടികൾ, അതായത് ഏറ്റവും പഴയത് മുതൽ കാറ്റഗറി കയറി വരുന്ന ഏറ്റവും പുതിയ വണ്ടികൾ വരെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. മാക്സിമം വില കുറച്ച് കൊടുക്കാമല്ലോ അല്ലേ? അപ്പോൾ ചാനൽ കാണുന്നവർ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ മാക്സിമം വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഷെയറും ചെയ്തു കേട്ടോ. ഇതുപോലത്തെയൊക്കെ നല്ല അടിപൊളി വണ്ടികൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഈ സാധനത്തിൻ്റെ വിലയൊക്കെ മാക്സിമം കുറച്ച് തരാം കേട്ടോ. ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. ഷബീബ് ബ്രോൻ്റെ നമ്പർ ഞാൻ വീഡിയോയുടെ മേലെ എഴുതിയിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും ഉണ്ട്. ചെക്ക് ചെയ്തോളൂ. നമുക്ക് എന്തായാലും ഇവിടുന്ന് ഒരു ലോ ബഡ്ജറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ. നല്ലൊരു ഐറ്റം കിടപ്പുണ്ട്. അതിൽ നിന്ന് കാണിച്ചാലോ? അപ്പോൾ എന്തായാലും ഐറ്റന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരാം. ഏതാ മോഡലൊക്കെ? ഇത് 2019 മോഡൽ പെട്രോളാണ്. പെട്രോൾ മാഗ്ന അല്ലേ? 19 എത്ര ഓടിയിട്ടുണ്ട്? ഇത് 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണറാണ്. 50,000 ഓടി സിംഗിൾ ഓണർ വണ്ടി. ആ ഒരു ലെഫ്റ്റ് സൈഡ് മിററിന്റെ ഒരു ക്യാപ്പ് പോയിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെച്ച് കൊടുക്കാം അല്ലേ? വണ്ടി ജസ്റ്റ് പർച്ചേസ് കൊടുത്തിട്ടുള്ളൂ. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നും ചെയ്തില്ല. അതായത് നിങ്ങൾ പർച്ചേസ് ചെയ്ത ആസിറ്റീസ് കണ്ടീഷനിലാണ് ഈ വണ്ടി ഉള്ളത്. ഇതിന് ഈ പറഞ്ഞ പോലെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പക്കയാണ്. ഓക്കെ. ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ നല്ല വൃത്തിയുണ്ട്. വണ്ടി കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. സീറ്റൊക്കെ കമ്പനി വന്ന സീറ്റാണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മിറർ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം ഇലക്ട്രിക്കൽ വരും അല്ലേ? റീപ്ലേസ്മെന്റ് ആയിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല. പിന്നെ അലോയ് വീൽസ് ഇല്ല. എനിക്ക് തോന്നുന്നു ടയർ ഭാഗങ്ങൾ കുറച്ച് കുറവാണല്ലേ? സെക്കൻഡ് ടയർ ആയിരിക്കും. അതെ. ഏകദേശം ഒരു 30-35 ഒരു ടയർ മാറിയിട്ടുണ്ടാവും. പിന്നെ ഇപ്പോൾ ഒരു 15 ഓടി. അപ്പോൾ ഏകദേശം ഒരു 10,000-15,000 കിലോമീറ്ററും കൂടി നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റുന്ന കണ്ടീഷനിലാണ് ടയർ കിടക്കുന്നത്. 19 മോഡൽ 50,000 കിലോമീറ്റർ ഓടിയ മാഗ്ന വണ്ടി. എന്താ റേറ്റ് വരുന്നത്? 4,50,000 രൂപ. നെഗോഷ്യബിൾ ആക്കി കൊടുത്തു നമുക്ക്. ഓക്കെ, നെഗോഷ്യബിൾ ആക്കി തരും. പിന്നെ അത്യാവശ്യം ഒരു ടൗണിലേക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടി. ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ ആണ്. എന്നിരുന്നാൽ പോലും ചെറിയൊരു കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള വണ്ടി അല്ലേ? കംഫർട്ടാണ് വണ്ടി. അതെ. പിന്നെ അത്യാവശ്യം മൈലേജും കിട്ടുമല്ലോ. 15 കിട്ടും. ഓക്കെ. എന്തായാലും ഐറ്റൻ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. അടുത്തതൊരു ലോ ബഡ്ജറ്റ് വണ്ടിയാണ് കേട്ടോ. സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ എടുക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടി ഇയോൺ ആണ്. ഏതാ മോഡൽ? ഇത് 2017 മോഡൽ. 17 സിംഗിൾ ഓണർ ആണ്. 60,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 17 പിന്നെ എറാ പ്ലസ് അല്ലേ? AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഒന്നുമില്ല. റീപ്ലേസും കാര്യങ്ങളൊന്നും. ക്ലീൻ വണ്ടിയാണ്. ഓക്കെ. പിന്നെ ബോഡി വൈസ് ആണെങ്കിലും കാര്യമായ സ്ക്രാച്ചോ ഡെന്റോ ഒന്നും എവിടെയും പറയാനില്ല. കുറച്ച് പൊടിയുണ്ട് കേട്ടോ. കാരണം ഇവരുടെ ആ പണി നടക്കുന്നോടത്തുനിന്ന് എടുത്തുകൊണ്ട് വന്നായിരിക്കും അല്ലേ? അതിന്റെ ഒരു പൊടിയുണ്ട്. പിന്നെ ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റാണ് കേട്ടോ. സീറ്റ് കവറും കാര്യങ്ങളും അതും നല്ല വൃത്തിയുണ്ട്. വേറെ ഒരു അപാകതയും പറയാനില്ല. ഹിസ്റ്ററി ഒക്കെ കൊടുക്കും. കിലോമീറ്റർ 60,000 അല്ലേ? നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? 2,65,000 രൂപ. അതായത് 2017 വണ്ടിയാണ് കേട്ടോ. പിന്നെ നെഗോഷ്യബിൾ ആവൂലേ? നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഒരു കഴിഞ്ഞ ഒരു വീഡിയോ കേട്ടിട്ട് ഒരുപാട് വണ്ടികൾ നമ്മളെ കാണിച്ച സ്വിഫ്റ്റുകൾ ഓൾമോസ്റ്റ് എല്ലാം സെയിൽ ആയി പോയി അല്ലേ? ഓക്കെ. ഒറ്റൊന്ന് ഇത് അന്നത്തെയാണോ അത് വേറെ ഒന്നാണോ? അത് അന്നത്തെ തന്നെയാണ്. 1-2 സ്റ്റോക്ക് ഉള്ളു. അത് ടോക്കൺ ആയിട്ട് നമ്മള് അടുത്ത കസ്റ്റമറോട് ഇല്ലാന്ന് പറഞ്ഞ് പിന്നെ അത് ലോണ്
നടക്കാതെ പോയിട്ട് അങ്ങനെ ബാക്കിയായതാണ്. 6 കാണിച്ചാലും ഇനി 2 ബാക്കിയുള്ളൂ. ഓക്കെ, പിന്നത്തെ ഈ ഒരു ലോൺ ചെയ്യുമ്പോഴുള്ള എല്ലാ ഷോറൂമുകാരും പറയുന്ന ഒരു വിഷമമാണ് അത്. കാരണം സിബിലും കാര്യങ്ങളൊന്നും പക്കയായിരിക്കില്ല. ലോൺ ചെയ്തിട്ട് ചിലപ്പോൾ വണ്ടി ഒരു 2-3 ആഴ്ചയൊക്കെ ഹോൾഡായി പോകും. ചിലപ്പോൾ ഈ ലോൺ കയറിയില്ല എന്ന് വരും. അപ്പൊ അവർക്ക് അതിനുശേഷം വന്ന കസ്റ്റമറും പോവും, കസ്റ്റമർ വരും വീഡിയോ ഇറങ്ങുമ്പോൾ. അപ്പൊ നമ്മൾ ആദ്യം ആവണവര് പിന്നെ ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത ആൾക്ക് കാണിക്കാൻ പറ്റില്ല. അതെ അതെ. അപ്പൊ നിങ്ങൾ മാക്സിമം ഞാൻ പറയുമ്പോൾ ഒരു സഹായമായിട്ട് ചെയ്യുക. അതായത് വരുമ്പോൾ നിങ്ങളുടെ സിബിലും കാര്യങ്ങളൊക്കെ പക്കയാണോ, നിങ്ങൾക്ക് ഓവർ ഡ്യൂ ഒക്കെ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ടൊന്ന് വന്നിട്ട് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും കേട്ടോ. പിന്നെ ഇതിൽ നമുക്ക് എത്ര ലോൺ കയറും? ഇത് നമുക്കൊരു 2.25-2.5 ഉള്ളിലൊക്കെ കിട്ടും. അപ്പൊ പിന്നെ ഫുൾ അത്യാവശ്യം ലോൺ കാശൊന്നും മേടിക്കണ്ട, മാക്സിമം ചെയ്തു സ്നേഹമല്ലേ നമുക്ക് വലുത്. ഓക്കെ, എന്തായാലും 1 രൂപ മുടക്കാണ്ട് എടുത്തോണ്ട് പോകണമെങ്കിൽ കൊണ്ടുപോയിക്കോളൂ, നിങ്ങളുടെ പ്രൊഫൈൽ പക്കയാണെങ്കിൽ മാത്രം. ഇനി ഇവിടെ നല്ലൊരു വെന്യൂ ഉണ്ടല്ലോ. വെന്യൂ ഏതാ മോഡല്? വെന്യൂ 2020 മോഡൽ. 20 ആണ്. ഇത് ഡീസലോ പെട്രോളോ? പെട്രോൾ ആണ്. അടിപൊളി. സിംഗിൾ ഓണർ ആണ്. ആകെ 52,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 5.2 8.2 ആണോ? 5.2 അല്ലേ? 20 5.2 അത്യാവശ്യം ഓടിയിട്ടുണ്ട്, കുറവാന്ന് ഞാൻ പറയുന്നില്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഇല്ല, ഒരു റീപ്ലേസും ഇല്ല, ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ക്ലീൻ വണ്ടിയാണ്. ക്ലീൻ ആണ്. ഇത് എസ് വേരിയന്റ് എന്ന് പറയുമ്പോൾ മിഡിൽ ഓപ്ഷൻ അല്ലേ? മിഡിൽ ഓപ്ഷൻ ആണ്. ഓക്കെ, മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ. അത്യാവശ്യം ഒരു ക്വാളിറ്റി വണ്ടിയിലുണ്ട്. ഇതിലും കുറച്ച് പൊടി ഉണ്ടെന്നുള്ളത് ഒഴിച്ചാൽ വേറൊരു പ്രശ്നമില്ല. ടയർ ഭാഗങ്ങളിൽ എനിക്ക് തോന്നുന്നു സെക്കൻഡ് ടയർ ആണ്. സെക്കൻഡ് ടയർ 4 പുതിയതാണ്. ഓൾമോസ്റ്റ് പുതിയതാണ്. എനിക്ക് തോന്നുന്നു 40-ലൊക്കെ മാറിയതായിരിക്കും അല്ലേ? ഒരു 10 എന്തായാലും ഓടിയിട്ടുണ്ട് ഇത്. ഓടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇനിയും ഏകദേശം ഒരു 10-20,000 കിലോമീറ്റർ കുറഞ്ഞത് നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റും. ഒരു റീപ്ലേസ്മെന്റും ഇല്ലല്ലോ? ഒരു റീപ്ലേസും ഇല്ല. ഓക്കെ, ഇതും 1.2 പെട്രോൾ തന്നെയല്ലേ വരുന്നത്? അതുകൊണ്ട് തന്നെ നമുക്ക് നോർമലി ഒരു 12 മുതൽ 15 വരെ മൈലേജ് കിട്ടും അല്ലേ? മെയിൻ ആയിട്ട് പറയുന്നത് കംപ്ലൈന്റ് എന്ന് പറഞ്ഞ സാധനം വളരെ കുറവായിരിക്കും. ഹ്യുണ്ടായി ആണ്, മെയിൻ്റെനൻസ് കുറവാണ്. എന്താ പ്രൈസ് വരുന്നത്? 7 ലക്ഷം. 7 ലക്ഷം രൂപ. 7 ലക്ഷം രൂപയ്ക്ക് 2020 വണ്ടി കിട്ടും. നെഗോഷ്യബിൾ ആവുമോ? ലോൺ ആണെങ്കിലോ? ലോൺ ആണെങ്കിൽ ഒരു 6.5 റേഞ്ചിലൊക്കെ ചെയ്യാം അല്ലേ? ഒരു 50,000 രൂപയുടെ ഉള്ളിൽ കൈ കൊണ്ടുവരെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എടുത്തുകൊണ്ട് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാക്സിമം നിങ്ങൾ സിബിലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് വരിക, അതായിരിക്കും ഏറ്റവും നല്ലത്. ഒരു ഇന്നോവയും കൂടി കാണിച്ചു കൊടുത്താലോ? ഇന്നോവ ഏതാ മോഡല്? നമ്പറായ വണ്ടിയാണ്. 2013 നമ്മൾ കുറവാണ്. നമ്മളെ ഒരു ഫ്രണ്ടിന്റെ വണ്ടി തന്നെയാണ്, സെയിൽ ചെയ്യാൻ വേണ്ടിട്ട് കൊടുത്തിട്ടാണ്. ഓക്കെ, 2013 മോഡല് G4 ആണ്. ഓക്കെ, ഇതിന്റെ മെയിൻ ഗ്ലാസ് മാറിയതാണ് കേട്ടോ. മെയിൻ ഗ്ലാസ് മാറിയതാണ്. ഇതിൽ ചെറിയൊരു ഡോട്ട് ഉണ്ട്, നമുക്ക് മാറിയിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതെ അതെ അതെ. അതായത് ഇതിപ്പോ നിലവിൽ കിടക്കുന്ന 2018 ഗ്ലാസ് ആണ്. അത് പുറത്തുനിന്ന് വരുന്ന വണ്ടികൾ ഓൾമോസ്റ്റ് എല്ലാം മെയിൻ ഗ്ലാസ് മാറിയിട്ടാണല്ലേ വരുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? വേറെ റീപ്ലേസ്മെന്റുകളൊന്നുമില്ല. ബോണ്ട് മാറിയിട്ടുണ്ടോ? ബോണ്ട് മാറിയില്ല. കാര്യമായ ഒരു ഇടിയാണെന്ന് പറയാൻ പറ്റില്ല. ഇത് ഗ്ലാസ് പുറത്തുനിന്ന് വരുന്ന വണ്ടികളാകുമ്പോൾ ഗ്ലാസ് മാറൽ കോമൺ ആണ്. പുറത്ത് പാർക്കിംഗ് ആകുമ്പോഴേ അതെ അതെ അതെ, അവിടെ കൂടുതലും പുറത്താണ് പാർക്കിംഗ് വരിക. G4 ആണെങ്കിലും ഇന്റീരിയർ എക്സ്ട്രാ നീറ്റ് എന്ന് തന്നെ പറയാം. നല്ല പെർഫെക്റ്റ് ആണ്. എഞ്ചിനും പക്കയാണ്. കിലോമീറ്റർ പറഞ്ഞില്ലല്ലോ? 1.25. 1,70,000. ഇന്നോവയെ സംബന്ധിച്ച ഒരു കിലോമീറ്റർ അല്ല, പ്രോപ്പർ സർവീസും ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ സർവീസും കാര്യങ്ങളുണ്ട്. അവർ ഇവിടെ വന്നിട്ടും അത്യാവശ്യം ആയി, കുറെ കാലമായി അല്ലേ? നമ്പർ ആയത് ഇപ്പൊ ആക്കിയിട്ടുള്ളൂ. ആ നമ്പറിൽ തന്നെ ഓടുമായിരുന്നു അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ടയർ ഭാഗങ്ങളും ഏകദേശം ഒരു 60% ഉണ്ട്. കൊണ്ടുപോയാൽ പെട്ടെന്നൊരു പണി എടുക്കണ്ട, എന്നിരുന്നാലും ആ ടയറൊക്കെ മാറേണ്ടി വരും. ഈ 13 ടൈപ്പ് 4 തന്നെ വരുന്ന വണ്ടിയല്ലേ? 12 മുതൽ 4 വരുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ആർക്കെങ്കിലും വേണമെങ്കിൽ നല്ലൊരു 2013 മോഡൽ G4 വണ്ടി എന്താ റേറ്റ് ചോദിക്കുന്നത്? 7,75,000 രൂപ. പ്രൈസ് നെഗോഷ്യബിൾ ആണെന്ന് ഞാൻ വീണ്ടും പറയുന്നു. നമ്മുടെ ആൾക്കാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് എല്ലാ വീഡിയോയിലും ചെയ്തിട്ടുണ്ട്, ഇതിലും ചെയ്യണം കേട്ടോ. വന്ന കസ്റ്റമേഴ്സിനൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെ അതെ. ലോൺ കയറുകയിൽ ലോൺ ചെയ്യാം. ലോൺ ഒരു 6.5-7 വരെയൊക്കെ ചെയ്യാം. നമ്പർ ആയതുകൊണ്ട് നമുക്ക് ലോൺ ചെയ്യാം. 7.25. അപ്പോൾ ഒരു ഏകദേശം ഒരു 1 ലക്ഷം രൂപ നിങ്ങൾ കയ്യിൽ കൊണ്ടുപോരാ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ക്വാളിറ്റി ഉള്ള നല്ലൊരു ഇന്നോവയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവരുടെ വീട് നല്ല ആംബിയൻസ് ആട്ടോ, ഫുള്ള് നല്ല പച്ചപ്പൊക്കെ ആയിട്ട് നല്ല തണുപ്പൊക്കെ ഉണ്ട്. ഇവിടെ തന്നെ നിന്നാലോ, ബാക്കി വണ്ടി കൂടി കൊണ്ടുവന്നാലോ? നമുക്ക് എന്നാൽ പിന്നെ കുറച്ചെണ്ണം ഷോറൂമിലുണ്ട്, അതും കൂടി കാണിക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് വേണമെങ്കിൽ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന നല്ല പവർഫുൾ ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ളൊരു റിറ്റ്സ് വേണമെങ്കിൽ പഴയ ഷേപ്പാണല്ലോ. ഏതാ മോഡല്? ഇത് 2012 ആണല്ലേ? പഴയ ഷേപ്പ് ആണെങ്കിലും വണ്ടി അത്യാവശ്യം നല്ല ക്ലീൻ ആണ്. ഇത് ഇത് VDI ആണ്. അലവിയിലും ZDIന്റെ മ്യൂസിക് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. അതാ ഞാൻ ചോദിച്ചത്. അലവിയിൽ കണ്ടപ്പോൾ ഞാൻ ZDI ആയിരിക്കുന്നത്. ഡീസൽ വണ്ടിയാണ്. എത്ര ഓടിയിട്ടുണ്ട്? 1 lakh കിലോമീറ്റർ. പിന്നെ ഇതിന്റെ എന്താ വെച്ചാൽ 12 ആണെങ്കിലും സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണല്ലേ? ഒറ്റ ഓണറാണ്. കറക്റ്റ് ഷോറൂം സർവീസ് കറക്റ്റ് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. അത്യാവശ്യം ഈ വണ്ടിക്ക് നല്ല ക്വാളിറ്റി ഉണ്ട്, അത് തന്നെയാണ് മെയിൻ ആയിട്ട് പറയേണ്ടത്. ഇന്റീരിയർ ആണെങ്കിൽ നല്ല സീറ്റ് കവർ ഉണ്ട്. ഓൾറെഡി പറഞ്ഞു, ആ ഒരു ZDIന്റെ മ്യൂസിക് സിസ്റ്റം ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ അലോവിയിലും ചെയ്തിട്ടുണ്ട്.
സീറ്റ് കവറൊന്നും ഒരു കീറലും ഇല്ല, ഒന്നുമില്ല അല്ലേ? അത് ഒറ്റാള് നല്ല മെയിൻറ്റെയിൻ ആയിട്ട് ഉപയോഗിച്ചിരുന്ന കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, ഒരു അപാകതയില്ല. ക്ലീൻ വണ്ടി അല്ലേ? ക്ലീൻ വണ്ടിയാണ്. മെയിൻ ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല, 12 തന്നെയാണ്. ബോണറ്റ് മാറിയിട്ടില്ല. ബമ്പർ സൈഡിലൊക്കെ പിന്നെ സ്ക്രാച്ചസ് ഒക്കെ സ്വാഭാവികമാണ്. അതൊന്നും ഒരു വണ്ടീനെ റീപ്ലേസ്മെന്റ് ആയിട്ടോ കംപ്ലൈന്റ് ആയിട്ടോ നമ്മൾ പറയാൻ പാടില്ല ശരിക്കും. ഇത് നമുക്ക് എന്താ പ്രൈസ് ഒക്കെ വരുന്നത്? ഇത് നമുക്ക് 290 ചെയ്ത് കൊടുക്കാം. 290 ലോൺ കയറുമല്ലോ അല്ലേ? ലോൺ കയറും. എത്ര വരെ കയറും? ഒരു 2-2.5 ഉള്ളിലൊക്കെ ആയിട്ട് 2.5 വരെയൊക്കെ കയറും. 2.5 വരെ കിട്ടും അല്ലേ? ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു 10-40,000 രൂപ മതി. മതി. ഓക്കെ, ഏകദേശം ഒരു 40,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ടു പോകാൻ പറ്റുന്ന ക്വാളിറ്റി ഉള്ള 2012 മോഡല് വീഡിയോ അല്ലേ? ഓക്കെ, ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. മൈലേജ് ഒക്കെ വേണ്ടവർ, അത് കുറച്ചധികം ഓട്ടമൊക്കെ ഉള്ളവർ ഇത് മിസ് ചെയ്യണ്ട, എടുത്തോളൂ. അടുത്തതാണ് മെയിൻ സാധനം അല്ലേ? ഇതാണ് മെയിൻ സാധനം എന്ന് ഞാൻ ആദ്യമേ ഇൻട്രോയിൽ പറഞ്ഞ ആ ഒരു കിഡിലൻ സാധനം, അതായത് SS180 അല്ല SS80 അല്ലേ? ഓക്കെ, ഇത് ഏതാ മോഡലൊക്കെ? 1984. 1984, എന്നെക്കാൾ ഒരുപാട് വയസ്സിന് മൂത്താണ്. 40 വർഷം പഴക്കം, ഓൾമോസ്റ്റ് 40 വർഷം പഴക്കമുണ്ട് അല്ലേ? ശരിക്കും ഇത് ഈ ബോഡിയും ഇതിന്റെ എഞ്ചിനും ചേസൊക്കെ ഒറിജിനൽ സാധനമാണോ? ഒറിജിനൽ ആണ്. കംപ്ലീറ്റ്ലി നിങ്ങൾ റീസ്റ്റോർ ചെയ്ത് കാർബറേറ്റർ എഞ്ചിൻ കംപ്ലീറ്റ്ലി റീസ്റ്റോർ ചെയ്താണ്. അതെ. പിന്നെ ഇതിന്റെ വേറൊരു കാര്യം പറയട്ടെ, ഇത് ശരിക്കും ഓടിച്ചിട്ടുള്ളവർക്ക് അറിയാം, ഇത് പവർ ഷിയറിംഗ് ഒന്നും ഇല്ലെങ്കിലും ഭയങ്കര സ്മൂത്ത് ആണ്. സാധാരണ മാരുതി പോലെ അല്ല കേട്ടോ. ഞാനതൊന്ന് ജസ്റ്റ് ഓടിച്ചു നോക്കിയതുകൊണ്ട് കൂടിയാണ് ഞാൻ പറയുന്നത്. ഫിലിം ഇറങ്ങിയതിന്റെ ശേഷം ഇതിനെ കുറിച്ചിട്ട് ആൾക്കാർക്ക് ഒന്നുകൂടി അറിഞ്ഞു തുടങ്ങി. അതെ, എന്താ മഹേഷും മാരുതി അല്ലേ? ഓക്കെ, ആ ഒരു കണ്ടീഷനിലേക്കൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കുറച്ചൊന്ന് പോളിഷ് ഒക്കെ ചെയ്ത് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി, മെയിൻ ആയിട്ടുള്ള മേജർ ആയിട്ടുള്ള വർക്കുകളൊന്നും ഇല്ല. മേജറായിട്ടൊന്നല്ല. ഇപ്പം ഇതിൻ്റെ അകത്ത് ബോഡി വൈസ് പറയുകയാണെങ്കിൽ മൈനർ ആയിട്ടുള്ള വർക്കും ഇതിനകത്ത് ഞാൻ കാണുന്നില്ല. കസ്റ്റം പെയിന്റ് ആണ്, കാര്യമായ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ നമ്പർ ഒരു ഹൈലൈറ്റ് നമ്പർ തന്നെയാണ് കേട്ടോ. ഈ നമ്പറും കൂടി ഇതിൽ ചേരുമ്പോഴാണ് ഇതിന്റെ മാർക്കറ്റ് വരുന്നത്. പിന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കാര്യമായ, അതായത് മോഡൽ 1984 എന്ന് പറഞ്ഞു, കിലോമീറ്റർ, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്, ഈ പക ഒരു സാധനവും ചോദിക്കുന്നില്ല. 4 ടയറും ഏകദേശം പുതിയ ടയർ ഇട്ടിട്ടുള്ളൂ അല്ലേ? ഓക്കെ, പിന്നെ ഓൾമോസ്റ്റ് എല്ലാ പാർട്സും ഒറിജിനലാണ്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ആ എഞ്ചിനൊക്കെ സ്റ്റാർട്ട് ആക്കുമ്പോൾ ഒരു സൗണ്ട് കിട്ടും, അത് ഭയങ്കര റിഫൈൻഡ് ആണ് അല്ലേ? ആ ഒരു കാർബറേറ്റർ എഞ്ചിന്റെ. അതെ. ബാക്കി അപകടങ്ങളൊന്നുമില്ല, ഒരു സീനുമില്ല. പിന്നെ മെയിൻ കാര്യം ചോദിക്കാൻ മറന്നുപോയി, ഇതിപ്പോ റോട്ടിൽ ഇറക്കാൻ പറ്റുമോ? 26 വരെ പേപ്പർ ഉണ്ട്. ഇൻഷുറൻസ് നമുക്ക് പുതിയ എടുത്തു കൊടുക്കാം. അപ്പോൾ റോട്ടിൽ ഓടിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. ഇത് ടെസ്റ്റ് പേപ്പറുണ്ട്, ടയർ സൈഡ് ആണെങ്കിലും പെർഫെക്റ്റ് ആണ്. അതെ, ഇൻഷുറൻസ് പുതിയത് എടുത്തു കൊടുക്കാം. അതെ. പിന്നെ ഇതിൽ ഞാൻ നോക്കിയിട്ട് വൈപ്പറിന്റെ കുറവ് കാണുന്നുണ്ട് അല്ലേ? വൈപ്പറിന്റെ സെറ്റ് ചെയ്യാൻ അത് നിങ്ങൾ ചെയ്തു കൊടുക്കാം. അതെ. അപ്പൊ എന്തായാലും ആരെങ്കിലും ഒരു വിന്റേജ് വണ്ടി എടുത്ത് ഉപയോഗിക്കാൻ, പിന്നെ ഇതും കൊണ്ടൊക്കെ നിങ്ങൾ ടൗണിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആരായാലും നിങ്ങളെ ഒന്ന് നോക്കും. അതാണ് ഇതുപോലെയുള്ള വണ്ടികളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിലുള്ള ഒരു ഗുണം കേട്ടോ. അതായത് പുറത്തിറങ്ങുമ്പോൾ റോഡ് പ്രസൻസ് ആണ്. അതെ. പിന്നെ ഈ പുതിയ ഭയങ്കര ക്യൂട്ടായിട്ടാണ് നിർത്തി കഴിഞ്ഞാലും ചോദ്യം നോക്ക് എത്ര മോഡൽ എന്നൊക്കെ 4 ആൾ ചോദിക്കും. സത്യമാണ് കേട്ടോ. അതായത് ഇതുപോലത്തെ വണ്ടിയൊക്കെ കയ്യിലുണ്ടെങ്കിൽ 4 ആൾ നോക്കും. കളറും ഹൈലൈറ്റ് ആണ്. ജസ്റ്റ് ഇങ്ങനെ പ്രൊജക്ട് ചെയ്യുന്ന എതിലെ പോയാലും കണ്ടുപിടിക്കും. പിന്നെ ഈ വണ്ടി നിങ്ങൾ എടുത്തിട്ട് പിന്നെ നിങ്ങൾ എതിലെ പോയാലും ദേ ആ ചെക്കൻ പോകുന്നുണ്ടെന്ന് പറയും. അതാണ് എന്റെ ഒരു ഐഡന്റിറ്റിയാണ്. പിന്നെ മെയിൻ സംഭവം ഐഡന്റിറ്റി ഒക്കെ അവിടെ നിൽക്കട്ടെ. എന്താ വില നമുക്ക് 2 ചോദിക്കുന്നത്, 2 ലക്ഷം രൂപ. ഇതിൽ പിന്നെ ഞാൻ കാര്യമായിട്ടുള്ള ചോദ്യം ചെയ്ത് വരും. വർക്ക് ഇത് എടുത്ത് ചെയ്തവർക്ക് അറിയാം അതിന്റെ വർക്കിന്റെ കോസ്റ്റ് എത്രത്തോളം വരും. കാരണം അതിന്റെ പാച്ച് കാര്യങ്ങൾ മൊത്തം ക്ലിയർ ചെയ്ത് പെയിന്റ് ചെയ്ത് വരാൻ തന്നെ നല്ലൊരു പൈസ ആവും. പിന്നെ ഈ കസ്റ്റം പെയിന്റ് ഒക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം കോസ്റ്റ് വരും അല്ലേ? കോസ്റ്റ് വരും. അപ്പൊ അത് വർക്ക് ചെയ്തവർക്ക് അറിയാം ഈ റേറ്റ് എത്രത്തോളം വരുന്നുണ്ടെന്നല്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതൊന്നും മാർക്കറ്റ് പ്രൈസിൽ അല്ലെങ്കിൽ ഒരു ഇത്ര വിലയാണ് ഇതിന്റെ ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞ് വിൽക്കുന്ന സാധനമല്ല. ഇത് കയ്യിലുള്ളവർ പറയുന്നതാണ് അതിന്റെ വില. അത് വേണമെങ്കിൽ എടുത്തോളൂ, കൂടുതൽ വർത്താനൊന്നുമില്ല. ഇത് എടുക്കാൻ ഇപ്പൊ ഈ 2നും 2.5ക്കും എടുക്കാൻ റെഡി ആയിട്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ ആവില്ല. 1984 നമ്മുടെ നാട്ടിലെ ഒരു അവസ്ഥ വെച്ചിട്ട് അധികം ഒന്നും ഇറങ്ങിയിട്ടുണ്ടാവില്ല. വളരെ അടിപൊളി. അപ്പൊ എന്തായാലും 2 ലക്ഷം രൂപയ്ക്ക് ആർക്കെങ്കിലും ഈ സാധനം വേണമെങ്കിൽ കൊണ്ടുപോയിക്കോട്ടോ. ക്ലീൻ വണ്ടി, എഞ്ചിൻ ആൻഡ് ബോഡി വന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഇതിന്റെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ 93 മോഡൽ MM540 ഹാർഡ് ടോപ്പ് ആണ്. 93 മോഡൽ MM540 ഹാർഡ് ടോപ്പ് അല്ലേ? ഇത് റയർ ആണ് ഈ പറഞ്ഞ പോലെ. ഹാർഡ് ടോപ്പില് എല്ലാം അങ്ങനെ കിട്ടണമെന്നില്ല, കാണണമെന്നില്ല. അല്ല, ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇതിപ്പോ പഴയ കുറെ വണ്ടികൾ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഈ സാധനം. ഇത് നിങ്ങൾ 540 കണ്ടുണ്ടാവും. ഇതിന്റെ സ്റ്റാലിയന്റെ ഹാർഡ് ടോപ്പ് വരുന്ന വണ്ടി ഉണ്ടാവില്ല. അങ്ങനെയുണ്ടല്ലേ? അതിങ്ങനെ സെർച്ച് ചെയ്താലും ഈ സർക്കാർ വണ്ടികളൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ടാവും. അത് ഗവൺമെന്റിന്റെ അങ്ങനെ കൊടുത്തിരുന്ന വണ്ടികളാണ്. അത് അവര് ഒഴിവാക്കിയിട്ട് റീസ്റ്റോർ ചെയ്ത വണ്ടികൾ മാത്രമേ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവുള്ളൂ. അതായത് ഒരുപാട് പ്രായമായപ്പോ ലേലം ചെയ്ത് കൊടുക്കും ആൾക്കാർ. അത് ചിലപ്പോ എല്ലാം
തിരിച്ചു കിട്ടണമെന്നില്ല, ചില അബണ്ടന്റ് ആയിട്ട് അങ്ങനെ പോയതുണ്ടാവും. അതെ 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 എനിക്ക് തോന്നുന്നു ഇതിന്റെ ടയർ അല്ലല്ലോ, ഇതിന്റെ ടയർ അല്ല, നമ്മള് താറിന്റെ ടയറാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യും, മാറ്റി കൊടുക്കും അല്ലേ? ഓക്കെ, ജസ്റ്റ് ഈ ടയറിൽ ഇട്ടേക്കുന്നതാണ്. ഇപ്പൊ ഇത് ടയർ ശരിക്കും പറ്റ കുറവാണ്. ഈ ടയറിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പവർ സ്റ്റിയറിംഗ് അല്ലാണ്ട് ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറച്ചൊന്നല്ല, നല്ല പവർ സ്റ്റിയറിംഗ് അല്ല, പക്ക സ്റ്റോക്ക് കണ്ടീഷനിലെ വണ്ടിയുള്ളത് അല്ലേ? എല്ലാ വർക്കും കഴിഞ്ഞതാണ്. ഇപ്പൊ 93 പറഞ്ഞു. പിന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ചോദിക്കുന്നില്ല, കിലോമീറ്റർ ചോദിക്കുന്നില്ല. കണ്ടീഷൻ എന്താ ഓടാൻ? പെർഫെക്റ്റ് കണ്ടീഷനാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനിതായിട്ട് മൂന്നാർ വരെ പോയി വന്ന വണ്ടിയാണ്. പോയി വന്ന വണ്ടി. ഈ ടയറിലല്ല, മറ്റേ ടയറിൽ. അതായത് സാധാ ടയറാണ് കേട്ടോ, സാധാ ടയർ ഇട്ട് തരും. അത് ഇവര് വേറൊരു വണ്ടിക്ക് തൽക്കാലം ഇട്ടൊരു സ്ഥലത്ത് കൊണ്ടുപോയതാണല്ലേ? ഓക്കെ, അതെന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. അപ്പൊ ഈ ടയർ ഒഴിവാക്കിയിട്ട് ഇതിന്റെ സാധാ ടയർ, നല്ല കട്ടുള്ള ടയർ ഇട്ട് തരും കേട്ടോ. പിന്നെ ഇത് നമുക്ക് 93 മോഡല്, ഇതും ഒരു കളക്റ്റീവ് ഐറ്റം തന്നെ വേണം. ഇത് ഹാർഡ് ടോപ്പ് ആയതുകൊണ്ട് കളക്റ്റീവാ. 540 കുറെ ഉണ്ടാവും, ഈ ഷേപ്പിൽ കുറെ കണ്ടുണ്ടാവും. അതെ അതെ അതെ, ഹാർഡ് ടോപ്പ് ആയതുകൊണ്ട് ഇത് ഒരു കളക്റ്റീവ് ആയിട്ടാണ്. എന്താ റേറ്റ് വരുന്നത്? ഇത് നമുക്ക് 1,90,000. 1,90,000. അത് നമുക്ക് എന്തെങ്കിലും കുറയ്ക്കാൻ ഉണ്ടാവില്ല? ഓക്കെ, ചെറിയ രീതിക്കൊക്കെ നെഗോഷ്യബിൾ ആയിരിക്കും. ഇതിനൊക്കെ നെഗോസിയേഷൻ തരാമെന്ന് പറയുന്നത് തന്നെ വലിയ കാര്യം. അപ്പൊ നിങ്ങൾ ബാക്കി വന്നിട്ട് സംസാരിച്ചോളൂ. എന്തായാലും ഈ രണ്ട് വണ്ടിയിൽ ഏത് വണ്ടി വേണമെങ്കിലും ഷിബുവിനെ കോൺടാക്ട് ചെയ്തോളൂ. വീഡിയോന്റെ മേലെ ഒരു നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഷിബുവിന്റെ നമ്പറാണ്. ഡിസ്ക്രിപ്ഷനിൽ കാറ്റലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ അതേപോലെ തന്നെ വേറെ കുറെ റീലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? ഒക്കെ ഒന്ന് കയറി നോക്കിക്കോളൂ കേട്ടോ. അപ്പൊ ഇനി അത്യാവശ്യം മാർക്കറ്റ് ഒക്കെ ഉള്ള ഒരു വണ്ടി കാണിച്ചു തരാം. സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റ് ഏതാ മോഡലൊക്കെ? സ്വിഫ്റ്റ് 2019 ZXi പ്ലസ് ഓട്ടോമാറ്റിക് ആണ്. ZXi പ്ലസ് ഓട്ടോമാറ്റിക്, അതായത് അന്ന് ഇറങ്ങിയ പെട്രോൾ ഏറ്റവും ടോപ്പ് ഉണ്ട്. സ്വിഫ്റ്റിൽ ഇതുവരെ ഇറങ്ങിയാൽ ഏറ്റവും ടോപ്പ് ഉണ്ട്. ഇതിന് മേലേക്ക് ഇനി ഒരു വേരിയന്റ് ഇല്ല, ഓട്ടോമാറ്റിക് ആണ്. ഓപ്ഷൻ ഫുൾ ആണ്. 17/6/2019 ആണ് ഇതിന്റെ എക്സാക്ട് ഡെലിവറി ഡേറ്റ് വരുന്നത്. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരും, ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം വരും, ക്ലൈമറ്റ് കൺട്രോൾ AC വരും, പിന്നെ AMT ആണ്. അത്യാവശ്യം മൈലേജും കിട്ടും. എല്ലാ ഓപ്ഷൻസും. അതെ അതെ. അലോയ് വീൽസ് ഉണ്ട്. ഇത് എത്ര ഓടിയുണ്ട്? ഇത് 44. 44. എനിക്ക് തോന്നുന്നു 44 ഓടി ടയറാന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ, ടയർ എന്തായാലും അല്ലേ? കാര്യമായിട്ടൊരു ഓട്ടം ഇനി അതുകൊണ്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം ഓടാം, 10,000 കിലോമീറ്റർ ഓടാം. അപ്പോളന്റെ ടയർ 15 ഇഞ്ചല്ലേ, മറ്റേ 14 ഇഞ്ചിനെക്കാട്ടി കുറച്ചുകൂടി ലൈഫ് കിട്ടും. അതെ അതെ അതെ. പിന്നെ DRLും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു വണ്ടിയാണ് ശരിക്കും ഈ ഒരു ലുക്കിൽ വരുന്നത്. ഈ ഓപ്ഷൻ എടുക്കുമ്പോൾ നമുക്ക് വേറൊരു ഫീലാണ്. അതെ അതെ. അതിന്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് ഇതിന്റെ ഹെഡ്ലൈറ്റ് തന്നെയാണ് കേട്ടോ. ശരിക്കും ഒരു എന്താ പറയാ, ഭയങ്കര ക്യൂട്ടാണ്. അത് എങ്ങനെ പറയണത് എനിക്കറിയില്ല. ഓട്ടോ ഹെഡ്ലൈറ്റും ആണല്ലോ, DRLും പ്രൊജക്ടറും കൂടിയിട്ട് വരുന്നതാണ്. പിന്നെ ഇന്റീരിയർ ആണെങ്കിലും കൺസോളിന്റെ ഒക്കെ അവിടെ നോക്കുകയാണെങ്കിൽ ആ സ്ക്രീനും ഓട്ടോ ക്ലൈമറ്റ് ACയുടെ ഭാഗം കാണുമ്പോൾ അത് വേറെ നമുക്ക് കംപ്ലീറ്റ്ലി വേറൊരു ഫീൽ ആണ്. ഓക്കെ, സീറ്റ് കവറും കാര്യങ്ങളൊക്കെ പൊളിയാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ, ക്ലീൻ വണ്ടി അല്ലേ? ഇസ്റ്ററി എടുത്ത് തരൂ കേട്ടോ. ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുത്തോളൂ. ഏത് വണ്ടിയാണെങ്കിലും ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. പിന്നെ റേറ്റ് കൂടി കേൾക്കട്ടെ. നമുക്ക് 7,25,000 രൂപ അല്ലേ? 2019 ഏറ്റവും ഫുൾ ലോഡ് ഡീസൽ വണ്ടി അല്ല, പെട്രോൾ വണ്ടിയാണ്. പിന്നെ പ്രൈസ് ചെറുതായിട്ട് നെഗോഷ്യബിൾ ഒക്കെ ആവൂലേ? ഒരു 7 ലക്ഷം സുഖമായിട്ട് ലോൺ കയറണ്ടല്ലേ? എന്തായാലും കിട്ടും അല്ലേ? അപ്പൊ നിങ്ങൾ ഏകദേശം ഒരു 50,000 രൂപയുടെ ഉള്ളിൽ കയ്യിൽ വെച്ച് വന്നോളൂ. നിങ്ങളുടെ പ്രൊഫൈൽ വെക്കുകയാണെങ്കിൽ മാക്സിമം ലോണും കയറി തരും കേട്ടോ. അപ്പൊ എന്തായാലും ആർക്കെങ്കിലും വേണമെങ്കിലും ഒന്ന് നോക്കിക്കോളൂ. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ഷോറൂമിലേക്ക് പോകാം അല്ലേ? ഇവിടെയുള്ള വണ്ടികൾ ഏകദേശം നമ്മളിപ്പോൾ 8 വണ്ടി കാണിച്ചു. ബാക്കിയുള്ള ഞാൻ ഷോറൂമിൽ പോയിട്ട് കാണിച്ചു തരാം. അപ്പൊ എന്തായാലും നമ്മളെ ഷെബി ബ്രോന്റെ വീട്ടിൽ നിന്ന് ഷോറൂമിലെത്തി അല്ലേ? അതായത് ആ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ പൊളിച്ചു വരുന്നുണ്ട്. ശരിക്കും ഇതിലെയാണ് ഇവർ പൊളിച്ചു പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ വണ്ടികളൊക്കെ അവിടെ കൊണ്ടിട്ടുള്ളത്. പക്ഷേ ഇതൊക്കെ ഉള്ളിൽ കിടന്ന വണ്ടികളൊന്ന് അറേഞ്ച് ചെയ്തിട്ടാണ് കേട്ടോ. എന്തായാലും ഇവിടെ വന്നാലും മതിയല്ലോ അല്ലേ? നിങ്ങൾ ഇവിടെ ഉണ്ടാവുമല്ലോ? അടിപൊളി. അപ്പൊ നിങ്ങൾ കാണിച്ചു കൊടുക്കുക അല്ലേ? ഇവിടെ അടുത്ത് തന്നെയാണ്, വലിയ ദൂരമൊന്നുമില്ല. ഇവർ കൊണ്ടേ കാണിച്ചു തരും. പിന്നെ ഇവിടുത്തെ വണ്ടിയിൽ ഫസ്റ്റ് വണ്ടി അൾട്ടോ. ഏതാ മോഡൽ? അൾട്ടോ 800 2021 മാനുഫാക്ചറിംഗ്, 22 രജിസ്ട്രേഷൻ ആണ്. 21 മോഡൽ, 22 രജിസ്ട്രേഷൻ ഉണ്ട്. ഇത് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഒന്നുമില്ല, ക്ലീൻ വണ്ടി ആണ്. സിംഗിൾ ഓണർ, 28,000 കിലോമീറ്റർ ഒക്കെ ഓടിയിട്ടുള്ളൂ. VXi ആണ്. സെൻട്രൽ ലോക്കും മ്യൂസിക് സിസ്റ്റം ഒക്കെ വരുന്ന വണ്ടിയാണ്. അതായത് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ. ഓപ്ഷൻ വണ്ടിയാണ്. എനിക്ക് തോന്നുന്നു 20-something ഓടിയ ടയറാണ്. കമ്പനി ടയറാണ്. ഫ്രണ്ടിലെ 2 ടയർ എന്തായാലും ഒരു മാക്സിമം ഒരു 10,000-3000 കിലോമീറ്റർ ഓടുള്ളൂ. കഴിയുമ്പോൾ മാറേണ്ടി വരും. ബാക്കിൽ ഒരു 5,000 അനുസരിച്ച് അറേഞ്ച് ചെയ്ത് തരാം. അങ്ങനെ ചെയ്ത് കൊടുക്കാം. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നുമില്ല, ക്ലീൻ വണ്ടിയാണ്. നമുക്ക് എടുത്തിട്ടൊന്നും ചെയ്യേണ്ട ഒന്നുമില്ല. ഹിസ്റ്ററി നമുക്ക് ഈ പറഞ്ഞ 20-something കൊടുക്കാമല്ലോ? കൊടുക്കാം. 22 വണ്ടിയല്ല, അത് ആയില്ലല്ലോ. അതെ അതെ അതെ. പിന്നെ ഇതിപ്പോ നിലവിൽ നിങ്ങൾ പുതിയത് വാങ്ങണം എന്ന് ആഗ്രഹിച്ചാലും നിങ്ങൾക്ക് കിട്ടൂല. കാരണം കമ്പനി കേട്ടൻ എടുക്കുന്നതിന് നല്ല എടുക്കാതിരിക്കുന്നു. വെറുതെ പറഞ്ഞാൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ എടുത്തോളൂ. ഞാൻ ചുമ്മാ പറഞ്ഞാണ്. ഇത് നമുക്ക് എന്താ വില വരുന്നത്? ഇത് നമുക്ക് 3,80,000. പ്രൈസ് നെഗോഷ്യബിൾ ആണോ? മാറ്റം വരുത്തി കൊടുക്കും അല്ല, അതായത് 22 മോഡൽ വണ്ടി 3,80,000 രൂപ നെഗോഷ്യബിൾ ആണ്. എന്തായാലും ഒരു 3.5 അടുത്ത് ലോണും കയറും അല്ലേ?
ചെറിയൊരു പൈസ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇറക്കി കൊണ്ടുപോകാം. ഇനി i20 ആണെങ്കിലോ? i20 2016 മാനുഫാക്ചറിങ്, 17 രജിസ്ട്രേഷൻ ഉണ്ട്. അതായത് പെട്രോൾ വണ്ടിയാണല്ലേ? പെട്രോൾ ആണ്. അതുപോലെ ഇതിന്റെ ഹോട്ടാണ് ഹൈലൈറ്റ്. ആകെ 24 ഓടിയിട്ടുള്ളൂ, 24 ഓടിയിട്ടുള്ളൂ അല്ലേ? പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ ഈ പെട്രോൾ വണ്ടി ആകുമ്പോൾ ഒരു എന്താ പറയാ, കുറച്ച് മൈലേജ് കുറവായിരിക്കും. അപ്പൊ അങ്ങനെ ചടഞ്ഞ് ഓടുന്ന ഒരു വണ്ടിയല്ലേ ഇത്? ഒരു 12-13 ഒക്കെ മൈലേജ് പ്രതീക്ഷ അത്ര എക്സ്പെക്ട് ചെയ്താൽ മതി. നമുക്കൊരു ഓട്ടം കുറവുള്ള ഒരാൾക്ക് ഒരു i20 ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അല്ല, ഓട്ടം കുറവെന്നല്ല, ഒരു നോർമൽ ആൾക്കാർക്ക് ഫാമിലിക്ക് എടുത്തിടാൻ പറ്റിയ നല്ലൊരു വണ്ടി. മെയിൻ്റെനൻസ് ഉണ്ടാവില്ല, കംപ്ലൈന്റ് ഉണ്ടാവില്ല, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ i20 പെട്രോളിന്. ഇത് മാഗ്നയാണോ? മാഗ്നയാണ്. ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ വരും കേട്ടോ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഒന്നുമില്ല, റീപ്ലേസും കാര്യങ്ങളൊന്നും. ക്ലീൻ വണ്ടി അല്ലേ? ഓക്കെ. അപ്പം നല്ല ക്വാളിറ്റി ഉള്ളൊരു i20 നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ വളരെ വളരെ ലോ കിലോമീറ്ററോടെ 23,000 അല്ലേ? ഒന്ന് നോക്കിക്കോളൂ, ഹിസ്റ്ററി അടക്കം തരും. വിലയും കൂടി കേൾക്കട്ടെ. 5,25,000. ഒരിക്കലും അതൊരു കൂടിയ പ്രൈസാണെന്ന് ഞാൻ പറയില്ല. 16 മോഡൽ 17 രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയാണ്. 16-17 സ്വിഫ്റ്റ് പോലും പൈസക്ക് കിട്ടാൻ ഇപ്പോൾ സാധ്യത കുറവാണ് അല്ലേ? ഓക്കെ. എന്തായാലും 5,25,000 രൂപ നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ? 5 ലക്ഷം രൂപ കൺഫേം ലോണാണ്, ഒന്നും ആലോചിക്കാനില്ല. 25,000 രൂപ ചിലപ്പോൾ ഫുൾ ലോൺ തന്നെ കയറിയേക്കാം അല്ലേ? പ്രൊഫൈൽ അനുസരിച്ചിട്ടാണ് അതിന്റെ വേരിയേഷൻ വരിക. ഏകദേശം നമുക്ക് ഇതിൽ മാക്സിമം ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഇനി വാഗണർ ആണെങ്കിലോ? വാഗണർ 2019 1.2 ആണ്. 19 1.2 വരുമ്പോൾ ശരിക്കും കുറച്ചുകൂടി പവർഫുൾ ആയിരിക്കും. 4 സിലിണ്ടർ ആണ്. അത് നമ്മുടെ സ്വിഫ്റ്റിന്റെ ഒക്കെ സെയിം എഞ്ചിനാണ്. പക്ഷെ ഇത് ഒന്നുകൂടി ഹൈറ്റും ഉണ്ട്, ഒന്നുകൂടി സ്പേഷ്യസും ആണ്. ഡിക് സ്പേസ് ആണെങ്കിലും ബാക്ക് സീറ്റ് ഒക്കെ ആണെങ്കിലും ഒന്നുകൂടി ഈ ഹെഡ് റൂം ഒക്കെ കൂടുതലുള്ള വണ്ടിക്ക് കുറച്ചുകൂടി യാത്രാസുഖം കൂടും. അതാണ് അതിന്റെ ഒരു ഗുണം കേട്ടോ. നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഇന്റീരിയർ അടിപൊളിയാണ്. VXi ആണ് അല്ലേ? ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അതുപോലെ 44,000 കിലോമീറ്റർ അത്ര ഓടിയുള്ളൂ അല്ലേ? വേറെ റീപ്ലേസ്മെന്റ് ഭാഗത്തൊന്നുമില്ല. കറക്റ്റ് ഷോറൂം മെയിൻറ്റൈൻഡ് ആണ്. ഹിസ്റ്ററി ഒക്കെ കിട്ടും. നമ്മൾ ഈ കാണിച്ച എല്ലാ വണ്ടിയുടെ ഹിസ്റ്ററി നിങ്ങൾക്ക് ക്ലീൻ ആയിട്ട് എടുത്തു തരും. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് വന്നോളൂ. നല്ല വണ്ടികൾ നോക്കുന്നവർ നല്ല വണ്ടികൾ കിട്ടുമ്പോൾ എടുത്തോളൂ, അവസരങ്ങൾ കളയരുത്. ഇതെന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 5,20 അല്ലേ? 2019 1.2 അല്ലേ? 5,20,000 രൂപയ്ക്ക് 2019 വണ്ടി കിട്ടും. 5 ലക്ഷം കൺഫേം ലോൺ അല്ലേ? 4.5-5 ഉള്ളിലൊക്കെ ചെയ്ത് കൊടുക്കും. 5 എന്തായാലും കിട്ടില്ല. 19 മോഡൽ നമ്മളതിനെ പറയണത്. ഇനിയിപ്പോൾ അത്ര കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. വേരിയേഷൻ വരും. ഒരു 50,000 രൂപ കയ്യിൽ വെച്ചിട്ട് വന്നോളൂ. ഫുൾ ലോൺ കിട്ടുകയാണെങ്കിൽ അങ്ങനെ കൊണ്ടുപോയിക്കോ. ബഡ്ജറ്റ് ചെറിയ പൈസ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലേ? ഓക്കെ. എന്തായാലും നോക്കിക്കോളൂ കേട്ടോ. അടുത്തായിട്ടൊരു 3 കിഡിലെ വണ്ടികൾ കാണിച്ചു തരാം. ഒരു പോളോയും 2 വെൻഡോയും ഉണ്ട്. 3 ഡീസലാണോ? 3 ഡീസലാണ്. അത് വെൻഡോ ഒന്ന് ഓട്ടോമാറ്റിക് ആണ്. അതായത് DSG വരും കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. ഇതേതാ മോഡൽ? ഇത് 2018 കംഫർട്ട് ലൈൻ. 18 കംഫർട്ട് ലൈൻ ആണ്. ഓട്ടോ എത്രയാ? 93,000 കിലോമീറ്റർ. 90,000 സർവീസ് ഷോറൂമിൽ തന്നെ ചെയ്തിട്ടുണ്ട് അല്ലേ? 90 വരെ എല്ലാം ഷോറൂം തന്നെ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഒന്നുമില്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. വീൽ അലൈവിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ കംഫർട്ട് ലൈൻ ആണ്. 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മൾ മോഡൽ ഏതാ പറഞ്ഞേ? 2018 കംഫർട്ട് ലൈൻ ഡീസൽ 1.5 അല്ലേ വരിക? ഡീസൽ അല്ല 1.5 തന്നെ വന്നുള്ളത്. അല്ല 12 1.2 വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പൊ എന്തായാലും 1.5 നല്ല പവർഫുൾ ആയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. വെച്ചലക്കാം. പിന്നെ ഒരു റീപ്ലേസും ഇല്ലല്ലോ? ഒന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല. പിന്നെ സർവീസ് എല്ലാം ഷോറൂമാണ്. ഷോറൂം മെയിൻറ്റൈൻഡ്. ടയർ ഭാഗങ്ങളൊക്കെ ആവറേജ് ആണ്. കാര്യമായ ഒരു ടയർ എന്ന് പറയാനില്ല. ഒരു 10,000 കിലോമീറ്റർ മാക്സിമം ഓടുള്ളൂ. അത് കഴിയുമ്പോൾ നിങ്ങൾ മാറേണ്ടി വരും. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? 6,25,000 അല്ലേ? ഓക്കെ. നെഗോഷ്യബിൾ ആവുമല്ലോ അല്ലേ? 4.5 ലോൺ കയറുമോ? 4.5 അല്ല, 5.5-6 ഉള്ളിൽ കയറും അല്ലേ? അപ്പോൾ ഏകദേശം നിങ്ങൾ ഒരു 50 രൂപ കയ്യിൽ വെച്ചിട്ട് വന്നോളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എടുക്കാൻ പറ്റുന്ന ക്ലീൻ വണ്ടിയാണ്. അതുപോലെ തന്നെ ഈ വെൻഡോ ആണെങ്കിലോ? ഈ വെൻഡോ 2015 ഓട്ടോമാറ്റിക്, ഹൈലൈൻ ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷനിൽ പാഡിൽ ഷിഫ്റ്റ് ഒക്കെ വരും അല്ലേ? കട്ട് സ്റ്റിയറിംഗ് ഒക്കെ വരുന്നുണ്ട്. പാഡിൽ ഷിഫ്റ്റ് ഇല്ല, കട്ട് സ്റ്റിയറിംഗ് വരുന്നുണ്ട്. പാഡിൽ ഷിഫ്റ്റ് ഇല്ല. ഓക്കെ. 15 മോഡല്. ഇതും 1.5 ഡീസൽ വരുന്നത് അല്ലേ? 1.6 ആണ് അല്ലേ? ഓക്കെ. കുറച്ചുകൂടി പവർ കൂടുതലുണ്ട്. പിന്നെ വേറൊരു ഗുണം എന്ന് പറയുന്നത് DSG ഗിയർ ബോക്സ് ആണ്. ഈ DSG ഗിയർ ബോക്സ് എന്താണെന്നുള്ളത് അറിയാവുന്നവർക്ക് അറിയാം. അതിന്റെ പവറും പെർഫോമൻസും എന്താണെന്നുള്ളത്. 7 സ്പീഡ് ഓട്ടോമാറ്റിക് ആണ്. ഒരു 17 ഒക്കെ മൈലേജ് കിട്ടുമല്ലോ? 17-18 ഒക്കെ മൈലേജ്. ഓക്കെ. 15 മോഡൽ എത്ര ഓടിയുണ്ട്? 120 ജെനുവിൻ ആയിരിക്കും അല്ലേ? ജെനുവിൻ കിലോമീറ്റർ. എന്തെങ്കിലും തരത്തിൽ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ. ക്ലീൻ വണ്ടിയാണ്. വണ്ടി നല്ല വൃത്തിയുണ്ട്. അത് തന്നെയാണ് മെയിൻ ആയിട്ട് പറയേണ്ടത്. അലോയ് വീൽസും കാര്യങ്ങളൊക്കെ വരും. ആദ്യം പറഞ്ഞതിൽ ഒരു തീർത്തുണ്ട്. ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ല, ഇത് ഹൈലൈൻ ആണ്. ഹൈലൈൻ പ്ലസ് വേറെ വരുന്നുണ്ട്. അപ്പോ ഏറ്റവും ഫുള്ളിന്റെ നേരെ താഴെ കണക്ക് കൂട്ടി ഈ ഷേപ്പില് ഹൈലൈൻ ആണ് ഫുൾ ഓപ്ഷൻ ആണ്. ഇതിന്റെ പുതിയ ഷേപ്പ് വന്നിട്ടുണ്ട്. 15-16 തന്നെ വന്നിട്ടുണ്ട്. അതിലാണ് ഹൈലൈൻ പ്ലസ് വരുന്നത് അല്ലേ? അപ്പൊ ഇത് ഫുൾ ഓപ്ഷൻ തന്നെ കേട്ടോ. എനിക്ക് മാറിപ്പോയതാണ്.
ഇതിപ്പോൾ നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 5.5 ലക്ഷം. 5.5 ലക്ഷം രൂപ. 5,50,000 രൂപയ്ക്ക് ക്ലീൻ ഡീസൽ ഓട്ടോമാറ്റിക് 1.20 ഓടിയ കറക്റ്റ് ഹിസ്റ്ററി ഉള്ള വണ്ടി അല്ലേ? ഒരു റീപ്ലേസും ഇല്ല. അടിപൊളി. ഇത് മിസ് ചെയ്യരുത് കേട്ടോ. അതായത് നല്ലൊരു വണ്ടി എടുത്ത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഓട്ടോമാറ്റിക് വേണമെങ്കിൽ അത് നോക്കിക്കോളൂ. അത്രയ്ക്കും പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. ഒരു നല്ല അടിപൊളി വെൻഡോയും കൂടി കാണിച്ചു തരാം. ഇത് ഏതാ മോഡലൊക്കെ? 2013 സിംഗിൾ ഓണർ. 13 സിംഗിൾ ഓണർ ആണ്. 69,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഈ 69,000 എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കണം, ധൈര്യമായിട്ട് വിശ്വസിക്കാം. കമ്പനി സർവീസും കാര്യങ്ങളെല്ലാം ഉണ്ട്, കൊടുക്കാൻ വേണമെങ്കിൽ അടിപൊളി. പിന്നെ അതുപോലെ എന്റെ ഇന്റീരിയറും എക്സ്റ്റീരിയർ കണ്ടാ അറിയാം അതിന്റെ ഓട്ടത്തിന്റെ ക്വാളിറ്റി അല്ലേ? ഇന്റീരിയർ ഒക്കെ നല്ല വൃത്തിയുണ്ട്, കാര്യമായ ഒരു പ്രശ്നമില്ലാത്ത ക്ലീൻ വണ്ടിയാണ് ഇത്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, സിംഗിൾ ഓണർഷിപ്പ് ആണ്, അപാകതകളും കാര്യങ്ങളും ഒന്നുമില്ല. അതായത് ചാവി കാര്യങ്ങൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ് അല്ലേ? അതായത് 2013 അത്രയും ലോ ബഡ്ജറ്റിൽ ലോ കിലോമീറ്ററിൽ എടുക്കാൻ പറ്റിയ ഒരു കിടിലൻ വണ്ടി, അതും 1.6 ഡീസൽ. അടിപൊളി. പിന്നെ വേറെ ഒരു അപാകത ഇല്ലല്ലോ? എന്താ റേറ്റ് വരുന്നത്? നമുക്ക് 390. അത് വലിയൊരു കൂടുതലാണ് ഞാൻ പറയില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ 13 മോഡല് ഡീസൽ വളരെ ലോ കിലോമീറ്റർ വണ്ടിയാണ്. നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്തോളൂ. നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ? മാക്സിമം കുറച്ച് കൊടുക്കൂലേ? ഓക്കെ, എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. നല്ലൊരു വെൻഡോ നോക്കുന്നവർ ഈ അവസരം കളയണ്ട. അപ്പോൾ എന്തായാലും നമ്മുടെ ബോസ് യൂസ്ഡ് കാർസിൽ ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടിയാണ്. അവസാനത്തെ വണ്ടി നല്ല അടിപൊളി ഒരു ക്രെറ്റയാണ് കേട്ടോ. അതിന് മുമ്പായിട്ടൊരു കാര്യം കൂടി പറഞ്ഞുതരാം. അതായത് നമ്മുടെ വീഡിയോൻ്റെ ഒരുപാട് വീഡിയോസിൻ്റെ അടിയിൽ പല ഷോറൂമുകളിലേക്കും കോൺടാക്ട് ചെയ്തിട്ട് കിട്ടുന്നില്ല, അവർ പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന് ഒരുപാട് പേര് കമൻറ്റ് ഇടുന്നത് കണ്ടു. നിങ്ങൾ ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ വീഡിയോയിൽ, അതായത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോൻ്റെ ഈ മേൽഭാഗത്തായിട്ട് റൈറ്റ് സൈഡിൽ ടോപ്പ് ഭാഗത്തായിട്ട് ഇവരുടെ നമ്പർ ഞാൻ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഇവരുടെ നമ്പറുണ്ട്, അതിൽ മാത്രം കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ്റെ ഏറ്റവും അടിയിൽ ശരിക്കും നമുക്ക് എന്തെങ്കിലും പ്രൊമോഷൻ്റെ ആവശ്യങ്ങൾക്ക് ഏതെങ്കിലും ഷോറൂമുകാർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കോ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതായത് റോഡ് മാസ്റ്റർ ചാനലിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേര് നമ്മളെയാണ് കോൺടാക്ട് ചെയ്യുന്നത്, ഈ വണ്ടി ഉണ്ടോ ആ വണ്ടി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എന്തായാലും അത് ആ വക ഒരു വണ്ടികളുടെയും അപ്ഡേറ്റ്സ് നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഷോറൂമിൽ നിന്ന് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്ത് പോയി കഴിഞ്ഞാൽ വീഡിയോ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ എത്ര വണ്ടികൾ ബാക്കിയുണ്ട്, എത്ര വണ്ടികൾ ഇനി സെയിലായിട്ടുണ്ട്, ആവാത്തുണ്ട്, നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ഈ ഷോറൂമിലേക്ക് ഇവരെ തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ നിങ്ങൾക്ക് തരും. അങ്ങനെ ഇവർ തന്നില്ലെങ്കിൽ എന്നോട് ഒന്ന് കമന്റ് ഇട്ടത്. ഇവരെ കോൺടാക്ട് ചെയ്തിട്ട് കോൾ ചെയ്ത് കിട്ടാത്തുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് നമ്പർ കൊടുക്കുന്നതിലൊക്കെ വാട്സാപ്പ് നമ്പർ ഉണ്ട്, എല്ലാം ഉണ്ടല്ലേ? അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്താലും മതി. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് മറുപടി കൊടുക്കും. കേസ് എന്തെങ്കിലും ബിസി ആണെങ്കിൽ ചിലപ്പോൾ കോൾ എടുക്കാം. കസ്റ്റമർ സംസാരിക്കുന്നതിന്റെ ഇടയിലൊക്കെ കോൾ ഒന്നും ചിലപ്പോൾ എടുക്കാൻ പറ്റുന്നില്ല. മോസ്റ്റ്ലി ഞങ്ങൾ തിരിച്ചു വിളിക്കാറുണ്ട്. ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ റിപ്ലൈ കൊടുക്കും അല്ലേ? ഓക്കെ, എന്തായാലും നിങ്ങൾ അതൊന്ന് കൃത്യമായിട്ട് നോക്കണം കേട്ടോ. കാരണം ഒരുപാട് എനിക്ക് തോന്നുന്നു ഒരു മാസത്തിൽ എനിക്ക് തന്നെ ഒരു 100-150 മെസ്സേജുകൾ ഒരു 4-5 വീഡിയോയിൽ തന്നെ വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അത്രയും ആൾക്കാർ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കാരണം എനിക്കത് മറുപടി കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുന്നു, ഇവരുടെ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പൊ എന്തായാലും ക്രെറ്റ ഏതാ മോഡല്? ക്രെറ്റ 2016 മോഡല്, സിംഗിൾ ഓണർ ആണ്. ആകെ 52,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എസ് ആണ് ഓപ്ഷൻ. പക്ഷെ അതിൽ നമുക്ക് 4 അലവില് നല്ല അലവില് ചെയ്തിട്ടുണ്ട്. 4 നല്ല കട്ട ടയറും ഉണ്ട്, നല്ല ടയറും ഉണ്ട്. അതെ അതെ. ഇത് മോഡൽ ഏതായിരുന്നു? 16S എന്ന് പറയുമ്പോൾ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ. എസ് ആണെങ്കിലും ഇതിന്റെ അകത്ത് അത്യാവശ്യം വേണ്ടുന്ന എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ടാവും. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ട്, ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം ഉണ്ട്, പിന്നെ ക്ലൈമറ്റ് കൺട്രോൾ AC ഒന്നും വരില്ല. ക്യാമറ ചെയ്തിട്ടുണ്ട്, അതുപോലെ ടെയിൽ ലൈറ്റ് മാട്രിക്സ് ആക്കിയിട്ടുണ്ട്, ഫ്ലോട്ടിംഗ് ഇൻഡിക്കേറ്റർ ഒക്കെ ആക്കിയിട്ടുണ്ട്. ഓക്കെ, അതായത് ഒരു സെപ്പറേറ്റ് സാധനം ചെയ്തതാണ്. ഓക്കെ, റൂഫ് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു DRL സെപ്പറേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, എക്സ്ട്രാ സെറ്റ് ചെയ്തതാണ് DRL. അതായത് ഇത് ശരിക്കും പഴയ ഷേപ്പാണ് കേട്ടോ വണ്ടി. പഴയ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ക്രെറ്റന്റെ ഫസ്റ്റ് മോഡൽ വണ്ടി, ഫസ്റ്റ് ഷേപ്പ് വണ്ടിയാണ്. 16 ഇറങ്ങിയ മോഡൽ. ഓട്ടം എത്രയാണെന്ന് പറഞ്ഞാൽ 52 പെട്രോൾ അല്ലേ? പെട്രോൾ. ഓക്കെ, പെട്രോൾ ആയതുകൊണ്ടാണ് ആ ഓട്ടം കുറയുന്നത്. കാരണം ഡീസലാണെങ്കിൽ നല്ല ഓട്ടം ഓടും. പെട്രോൾ ആകുമ്പോൾ നിങ്ങൾ മാക്സിമം ഒരു 12 മുതൽ 15 കിട്ടില്ല, 12-13 ഒക്കെ പ്രതീക്ഷ മതി, എക്സ്പെക്ട് ചെയ്താൽ മതി. പിന്നെ നല്ല ക്വാളിറ്റിയിൽ വണ്ടി കൊണ്ടുപോകാം. അതായത് ഒരു 18, 19, 20 മോഡലൊക്കെ സ്വിഫ്റ്റ് എടുക്കുന്ന പൈസക്ക് കൊടുക്കാം അല്ലേ? അങ്ങനെ കൊടുക്കും ചെയ്യാം. ഈ പ്രവാസികൾക്കൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ ഓട്ടോ അവർക്ക് വീട്ടിൽ വാങ്ങിയിടാനും മെയിൻ്റെനൻസിന്റെ സൈഡ് ആണെങ്കിലും ഒക്കെ ബെറ്റർ ആണ്. മാക്സിമം കംപ്ലൈന്റ് വരികയാണെങ്കിൽ തന്നെ ബാറ്ററിയുടെ ഒന്ന് മാറ്റേണ്ടത്, കുറച്ച് കാലം നിർത്തിയിട്ടാലും അത്രേ വരുള്ളൂ. ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം സ്റ്റാർട്ട് ആക്കി വെച്ചാൽ ബാറ്ററിന്റെ പ്രശ്നം ഉണ്ടാവില്ല. അല്ല, ഇൻ കേസ് ഇനി വരികയാണെങ്കിൽ തന്നെ അതേ വരുള്ളൂ പെട്രോൾ വണ്ടി. അതുകൊണ്ട് നമ്മളൊരു ഡീസലിലേക്ക് മാറുമ്പോൾ വലിയൊരു എമൗണ്ടിന്റെ മാറ്റം ഉണ്ടാവും. അത് മാത്രമല്ല, സ്ഥിരമായിട്ട് ഓടിച്ചില്ലെങ്കിൽ അത് നല്ല കംപ്ലൈന്റ് അങ്ങനെ വരും. അപ്പൊ ഒരു ഓട്ടം കുറവുള്ള ഒരാൾക്ക് ബെറ്റർ ഓപ്ഷൻ ആണ്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ക്രെറ്റ എന്ന് പറഞ്ഞാൽ അന്നും ഇന്നും ഒരു സ്റ്റാൻഡേർഡ് വണ്ടിയും കൂടിയാണ് അല്ലേ? പിന്നെ സ്റ്റാൻഡേർഡ് മാത്രമല്ല, ഒരു പ്രീമിയം വണ്ടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഹൈറ്റ് ഉണ്ട്, നല്ല വൃത്തിയുണ്ട്, അതാണ് മെയിൻ ആയിട്ട് പറയേണ്ടത്. ഒരു റീപ്ലേസും ഇല്ലല്ലോ അല്ലേ? ക്ലീൻ വണ്ടി, ക്ലീൻ ആണ്. വിലയും കൂടി കേട്ടെ.
7.5 7,50,000 രൂപ. ഒരു 6.5 7 ഇടയ്ക്ക് ലോൺ 16 ആയതുകൊണ്ടാണ് ഞാൻ അത്ര കുറച്ച് പറഞ്ഞത്. 6.5 ഉള്ളിൽ ഫിറ്റിംഗ്സ് ഉണ്ട്. അത്യാവശ്യം ഫിറ്റിംഗ്സിന്റെ പ്രൈസ് ചിലപ്പോ ഈ മോഡൽമേ ആവൂല. അതെ. അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. 7.5 ലക്ഷം രൂപയാണ് ആസ്ക് ചെയ്യുന്നത്. 2016 വണ്ടിയാണ്. മാക്സിമം നെഗോഷ്യബിൾ ആക്കി തരും. 1 ലക്ഷം രൂപയും കൊണ്ടുവന്നാൽ ഇത് കൊണ്ടുപോകാട്ടോ അല്ലേ, കൊടുക്കാമല്ലോ അല്ലേ. പിന്നെ നമ്മുടെ ആൾക്കാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഇത് വീണ്ടും പറയുന്നില്ല. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഈ ഒരു എപ്പിസോഡ് ഞാൻ മൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മളിപ്പോൾ ഇത്രയും നേരം കാണിച്ച ഏതെങ്കിലും വണ്ടീൻ്റെ കൂടുതൽ ഫോട്ടോസ് വേണമെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, വീഡിയോന്റെ മേലെ നമ്പർ ഉണ്ട്, കോൺടാക്ട് ചെയ്തോളൂ. എല്ലാം അയച്ചു തരും വിത്ത് കാറ്റലോഗ് അല്ലേ. ഓക്കെ, എന്തായാലും ഈ ഒരു എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്പറിൽ കാറ്റലോഗ് ഉണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും അവിടെ അങ്ങനെ വണ്ടിയുടെ ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളും എല്ലാം അപ്ഡേറ്റഡ് ആയിരിക്കും അല്ലേ. ഇനി ഒരു കാര്യം കൂടി ഞാൻ ഇൻസ്റ്റാഗ്രാമിലും കയറി കഴിഞ്ഞാൽ അതിലും അപ്ഡേറ്റഡ് ആണ്. ഇവരുടെ പിന്നെ വേറെ കാര്യം പറയട്ടെ, വേറെ കുറേ വണ്ടികളുടെ റീൽസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നുണ്ട് ഇവരുടെ കൊളാബ് ചെയ്തിട്ട്. ഇവരെ ഒന്ന് ഫോളോ ചെയ്തോ, നമ്മളെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോട്ടോ. ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ നല്ല നല്ല വണ്ടീൻ്റെ അപ്ഡേഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ കിട്ടും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ. നല്ലൊരു അടുത്ത വീഡിയോ കാണാം, അടുത്തൊരു ഷോക്ക് വരുമ്പോൾ. ഓക്കെ, അപ്പോൾ എന്തായാലും അതുവരെ കാണുന്നവരെ എല്ലാവർക്കും ബൈ.